ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു പൊളിയാണ് ഓർഗാനിക്. മക്കളെ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ സീരീസിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടിലാണുള്ളത് അല്ലേ. ആദ്യത്തെ രണ്ട് പാർട്ടുകൾ വളരെ കൃത്യമായിട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യത്തെ പാർട്ടിൽ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷനും അതേപോലെ IUPAC നോമൻക്ലേച്ചറൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവിടെ നമ്മൾ ഐസോമറിസം പഠിച്ചിട്ടുണ്ട്. 4 സ്ട്രക്ചറൽ ഐസോമറിസങ്ങൾ നമ്മൾ അവിടെ കണ്ടു. അതേപോലെ തന്നെ എന്താ കണ്ടത്, റിയാക്ഷൻ മെക്കാനിസത്തിൽ എന്താണ് ഹോമോലിറ്റിക് ക്ലീവേജ്, എന്താണ് ഹെറ്ററോലിറ്റിക് ക്ലീവേജ്, എന്താണ് ന്യൂക്ലിയോഫൈല്, എന്താണ് ഇലക്ട്രോഫൈല് നമ്മൾ പഠിച്ചു. 4 ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോമറിക് എഫക്റ്റ് ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ 3 കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, ദെൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. നിങ്ങൾക്കറിയാം, പ്യൂരിഫിക്കേഷൻ ആവട്ടെ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആവട്ടെ, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് സമയം സംസാരിക്കേണ്ട ഏരിയ തന്നെയാണ് ഈ 3 പാർട്ടുകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോർഡ് എക്സാമിന് ഓർഗാനിക്കിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതാൻ കഴിയണമെന്നുള്ളതാണ്. അതിന് നിങ്ങളെ പരുവപ്പെടുത്തുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ 3 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിന് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം പോലും നിങ്ങൾ വിട്ടുകളയാതെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ടാണ് നിങ്ങൾ എക്സാമിന് പോവേണ്ടത്. ഓക്കെ ആണോടാ? ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സ്വാഭാവികമായും ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ലൈവ് സെഷൻ ഉണ്ട്, ഓർഗാനിക് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ലൈവ് വരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. പക്ഷേ ഈ റെക്കോർഡഡ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന കണ്ടന്റുകൾ കൃത്യമായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇന്നത്തോടുകൂടെ എന്ത് ചെയ്യും, ഈ ഓർഗാനിക്കിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഗോട്ട് ഇറ്റ്? യെസ്, നമുക്ക് നോക്കാം. നമ്മളിത് ആദ്യം തന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് പോകുന്നു. എന്താണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവും. അതിനെയാണല്ലോ നമ്മൾ ഇംപ്യൂരിറ്റീസ് എന്ന് വിളിക്കുക, അൺവാണ്ടഡ് മെറ്റീരിയൽസ് എന്ന് വിളിക്കുക. അപ്പം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പറയുന്നത്? പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്യൂരിഫിക്കേഷൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്, 2 ക്രിസ്റ്റലൈസേഷൻ, 3 ഡിസ്റ്റിലേഷൻ, 4 ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, 5 ക്രൊമാറ്റോഗ്രഫി. ഈ 5 പ്യൂരിഫിക്കേഷൻ ടെക്നിക്കുകളും എന്താണ് എന്നൊരു ബേസിക് ഐഡിയ മക്കളെ നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ 5 ടെക്നിക്കുകളും എന്താണ് എന്നുള്ളൊരു ബേസിക് ഐഡിയ, സബ്ലിമേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ ഓരോന്നും എപ്പോഴാണ് ഉപയോഗിക്കുക, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. ഫസ്റ്റ് 1 സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ സബ്ലിമേഷൻ എന്താണ് എന്ന് മക്കൾക്ക് അറിയണ്ടേ? അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം, മക്കൾക്ക് അതറിയാം. എന്താടാ, ചില സബ്സ്റ്റൻസുകൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ചില സോളിഡായിട്ടുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡായി പിന്നെയാണ് ഗ്യാസായിട്ട് മാറുക അല്ലേ. എന്നാൽ ചില സോളിഡ് സബ്സ്റ്റൻസുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്തായിട്ട് മാറും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, അങ്ങനെ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ എന്നത്. നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്ന കാര്യമല്ല, ഇതറിയുന്ന ആളുകളാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സബ്ലിമേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എപ്പോഴാണ് നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്യൂരിഫിക്കേഷനിൽ ഉപയോഗിക്കുക? വളരെ സിമ്പിളാണ്.
ഒരു സബ്ലിമബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റിനെ നോൺ സബ്ലിമബിൾ ആയിട്ടുള്ള കമ്പോണൻറ്റുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സബ്ലിമേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. എടാ എക്സാമ്പിളിലേക്ക് നമ്മൾ പോയാലേ നമ്മുടെ ക്യാംഫർ ഇല്ലടാ, ക്യാംഫർ, അതേപോലെ നാഫ്തലീൻ, അതേപോലെ തന്നെ ക്യാംഫർ, അതേപോലെ തന്നെ അയോഡിൻ, ഇതൊക്കെ എന്താണ്? സബ്ലിമബിൾ ആയിട്ടുള്ള കമ്പോണന്റുകളാണ്. ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് വരുന്ന കമ്പോണന്റുകളാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവരുടെ കൂടെ നോൺ സബ്ലിമബിൾ ആയിട്ടുള്ള കമ്പോണന്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ, സബ്ലിമബിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാമെടാ? സബ്ലിമേഷൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അയോഡിൻ ഉണ്ട്. അത് സബ്ലിമബിൾ ആണ്. എന്നാൽ അതിൻ്റെ കൂടെ സബ്ലിമബിൾ അല്ലാത്തൊരു ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ പോരടാ. ചൂടാക്കുന്ന സമയത്ത് സബ്ലിമബിൾ ആയിട്ടുള്ള അയോഡിൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ വേപ്പർ സ്റ്റേറ്റിലേക്ക് വരില്ലേ? അത് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. നോൺ സബ്ലിമബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയോ അത് അവിടെ തന്നെ കിടക്കും. കാരണം അത് ആദ്യം ഫ്യൂസ് ചെയ്ത് ലിക്വിഡായി പിന്നെയൊക്കെയല്ലേ വേപ്പർ സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് വരുമോ? ഇല്ല. അപ്പോൾ സബ്ലിമബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ നോൺ സബ്ലിമബിൾ ആയിട്ടുള്ള കമ്പോണന്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കിന്റെ പേരാണ് സബ്ലിമേഷൻ എന്നുള്ള കാര്യം മക്കളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അടുത്തതേതാ? അത്ര അറിഞ്ഞാൽ മതി. അടുത്തത് ക്രിസ്റ്റലൈസേഷൻ ആണ്. എന്താടാ ക്രിസ്റ്റലൈസേഷൻ? ആദ്യം തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു സോളിഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്യൂരിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ കമ്പോണന്റിന്റെ സോല്യൂബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. എന്താ അടിസ്ഥാനത്തിലാണ്? സോല്യൂബിലിറ്റി, ഡിഫറൻസ് ഇൻ സോല്യൂബിലിറ്റി. എന്താ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയാം മനസ്സിലാവാൻ വേണ്ടി. നോക്ക് എടാ, നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അത് എ ആണ്. ആ എന്റെ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ട്, ബി ആണ്. ബി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് എ ആണ്. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഈ സോളിഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് ഈ ഇമ്പ്യൂരിറ്റി ബീനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? എടാ, നമുക്ക് എ അല്ലേ വേണ്ടത്? ആ എ മാത്രം ഡിസോൾവ് ചെയ്യുന്ന ഒരു സോൾവെൻ്റ് എടുക്കണം. എ മാത്രം ഡിസോൾവ് ചെയ്യുന്ന സോൾവെൻ്റ് എടുക്കണം. ബി ഡിസോൾവ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ സോൾവെൻ്റ് എടുക്കേണ്ടത്. എ മാത്രം ഡിസോൾവ് ചെയ്യുന്ന, ബി ഡിസോൾവ് ചെയ്യാത്തൊരു സോൾവെൻ്റ് നിങ്ങൾ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ പോരാ, ഒന്ന് ഹീറ്റ് ചെയ്യണം നിങ്ങൾ. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താടാ സംഭവിക്കുക? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോൾവെൻറ്റിൽ എ ഡിസോൾവ് ചെയ്യുന്ന സോൾവെൻ്റ് അല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ എ മൊത്തം ഈ സോൾവെൻറ്റിൽ സോലുബിൾ ആവും. എന്നാൽ ബി ഡിസോൾവ് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ട് ഡിസോൾവ് ചെയ്യില്ല? ബി ഡിസോൾവ് ചെയ്യാത്ത സോൾവെൻ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്താടാ സംഭവിച്ചത്? എ മൊത്തം ഡിസോൾവ് ആയി, ബി ഡിസോൾവ് ആയിട്ടില്ല. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാം. നമ്മളൊരു ഫ്ലാസ്ക് എടുക്കുക, അതിൻ്റെ മുകളിൽ ഫണൽ വെക്കുക, ഫിൽറ്റർ പേപ്പർ വെക്കുക, ജസ്റ്റ് പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്താ സംഭവിക്കുക? ബി എന്ന് പറയുന്ന സോളിഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ഇതിൽ ഡിസോൾവ് ആയിട്ടില്ല. അപ്പൊ ഈ ഫിൽറ്റർ പേപ്പറിൽ ആര് തങ്ങി നിൽക്കും? ബി തങ്ങി നിൽക്കും. എന്നാൽ എ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെടുത്ത സോൾവെന്റിൽ സോലുബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത് താഴേക്ക് വരും. താഴേക്ക് വരുന്നത് ആരാണ്? എ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സോൾവെന്റും ഉണ്ട്. ഓക്കെ, സോൾവെന്റ് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എ മാത്രം പോരെ. എന്ത് ചെയ്താൽ മതിയടാ? നിങ്ങൾ ജസ്റ്റ് കൂൾ ചെയ്താൽ മതി. കൂളിംഗ് നടത്തുക. അപ്പം എന്താടാ സംഭവിക്കുക? എടാ, നിങ്ങൾ ഹീറ്റ് ചെയ്തപ്പോഴല്ലേ എന്ന് പറയുന്ന കമ്പോണന്റ് ഈ സോൾവെന്റിൽ സോലുബിൾ ആയത്. എന്നാൽ നിങ്ങൾ കൂൾ ചെയ്താൽ എന്താ സംഭവിക്കുക? ഡിസോൾവ് ചെയ്തിരിക്കുന്ന കമ്പോണന്റ് ക്രിസ്റ്റലായിട്ട് മാറും. അപ്പം നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ക്രിസ്റ്റൽ, എ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോളിഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്യൂരിഫൈ ചെയ്യാനാണ് ക്രിസ്റ്റൽ
ക്രിസ്റ്റലൈസേഷൻ ഉപയോഗിക്കുക. എന്തിൻ്റെ ബേസിസിലാണ് ഇവരെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തത്? നമ്മളെടുത്തിരിക്കുന്ന സോൾവെൻറ്റിൽ രണ്ട് കമ്പോണൻറ്റുകളുടെയും സോൾയുബിലിറ്റി ഡിഫറൻ്റ് ആണ്. എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ സോൾവെൻറ്റിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യടാ, ബി സോലുബിൾ അല്ല. ആ സോലുബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. അല്ലേടാ, ഐഡിയ പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മക്കളെ ഒരു കാര്യം, നമ്മുടെ ഷുഗറും സാൾട്ടൊക്കെ ഇല്ലേ, ആ ഷുഗറിനെയും സാൾട്ടിനെയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. സാൾട്ടിനെയും ഷുഗറിനെയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പം രണ്ട് മെത്തേഡ് പറഞ്ഞു. എന്താ? ഒന്ന് സബ്ലിമേഷൻ ആണ്, രണ്ടെന്താണ്? ക്രിസ്റ്റലൈസേഷൻ ആണ്. രണ്ടും ഓക്കെ ആണല്ലോ. മൂന്നാമത്തത് ഡിസ്റ്റിലേഷൻ. എടാ, ഡിസ്റ്റിലേഷൻ 4 ടൈപ്പ് ഉണ്ട് എന്ന് പറയാം. അതിൽ ആദ്യത്തെ ടൈപ്പിനെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്നാ പറയുക. എന്താടാ സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണിത്, വളരെ സിമ്പിളാണ്. അതെങ്ങനെയാണെന്നറിയോ? രണ്ടാളുകളെയാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാറുള്ളത്. ആരെയെന്നറിയോടാ? നമ്മളെടുത്തിരിക്കുന്ന കമ്പോണൻറ്റിൽ അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, ഇവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷൻ നടത്താം. ഓക്കെ, ലാർജ് ഡിഫറൻസ് വേണം. എന്ത് വേണോടാ? ലാർജ് ഡിഫറൻസ് in the boiling point. നമ്മളെടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെയും അതിലടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെയും ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ടാമത് മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതില്ല, അവിടെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിലോ മക്കളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കമ്പോണൻറ്റ് വോളട്ടൈലാണ്, ഒരു കമ്പോണൻറ്റ് പെട്ടെന്ന് വേപ്പറായിട്ട് പോകുന്ന ആളാണ്, അതേസമയം അടുത്ത കമ്പോണൻറ്റ് നോൺ വോളട്ടൈൽ ആണ് എന്ന് വിചാരിക്കുക, അത് വേപ്പറായിട്ട് പോവാത്ത ആളാണ്. ആ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഏത് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കാം? സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. എന്താ സംഭവം എന്നറിയോടാ? നിങ്ങൾ ഇവിടെയുള്ള RB ഫ്ലാസ്കിൽ നമ്മുടെ കോമ്പൗണ്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ആ കോമ്പൗണ്ട് AB ആണ് എന്ന് വിചാരിക്കുക. AB ആണ്. എയുടെ ബോയിലിംഗ് പോയിന്റ് 250 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. ബിയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലേ? ഉണ്ട്. അപ്പൊ ബിയുടെ ബോയിലിംഗ് പോയിന്റ് അല്ലേ ചെറുത്, അത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? ബി മാത്രം വേപ്പറായിട്ട് പോവും. അത് ഈ കണ്ടൻസറിൽ വെച്ച് കണ്ടൻസ് ചെയ്ത് ഇവിടെ വെച്ച് അത് ലിക്വിഡായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ ചൂടാക്കുമ്പോൾ അത് വേപ്പറായിട്ടാണല്ലോ പോവുക. ഇത് കണ്ടൻസറാണ്. ആ കണ്ടൻസറിൽ വെച്ച് വേപ്പറുകൾ കൂടി ചേർന്ന് ലിക്വിഡായിട്ട് മാറും. അതാണ് കണ്ടൻസേഷൻ. എന്നിട്ട് ആ ബി ഇവിടെ കിട്ടും. എ എവിടെ ഉണ്ടാവുക? എ ഇവിടെ തന്നെ ഉണ്ടാവുക. കാരണം എയുടെ ബോയിലിംഗ് പോയിന്റ് വലുതാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോടാ? അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. എടാ, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ചോദിക്കാറുള്ളതെന്ന് അറിയോടാ? ക്ലോറോഫോം. എന്താണ്? ക്ലോറോഫോം. അതേപോലെ തന്നെ അനിലിൻ. ഇതിനെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാന്ന് ചോദിക്കുക. ക്ലോറോഫോമും അനിലിനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാണെന്ന് ബോർഡ് എക്സാമിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സംശയവും ഇനി നിങ്ങൾക്ക് ആവശ്യമില്ല. അത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴിയാ. കാരണം എന്താന്ന് ചോദിച്ചാൽ അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. എടാ, ക്ലോറോഫോമിന്റെ ബോയിലിംഗ് പോയിന്റ് നിയർലി 334 കെൽവിൻ ആണെങ്കിൽ അനിലിന്റെ ബോയിലിംഗ് പോയിന്റ് 457 കെൽവിൻ ആണ്. ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി ആരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലോറോഫോമിനെയും അനിലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ചിലരുടെ എങ്കിലും മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? സർ, ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക? ഇനി അങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ സെർച്ച് ചെയ്യുക? അതിന് അടുത്ത ടെക്നിക്ക് ഉണ്ട്. ഏതാണ് അടുത്ത ടെക്നിക്ക്? അത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഏത് ഡിസ്റ്റിലേഷൻ ആണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ സ്മോൾ ഡിഫറൻസ്
ഡിഫറൻസേ ഉള്ളൂ. സ്മോൾ ഡിഫറൻസ് ആണ് ആർക്കിടയിലുള്ളത്? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയും ഇമ്പ്യൂരിറ്റീസിൻ്റെയും ബോയിലിംഗ് പോയിന്റുകൾക്കിടയിലുള്ളത്. നേരത്തെ ഉള്ള പോലെ ക്ലോറോഫോമിലും അനിലിനുമുള്ള പോലെ വലിയ ഡിഫറൻസ് ഇല്ല, ഇവിടെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുക എന്നുള്ള കാര്യം മക്കളെ നിങ്ങൾ മറന്നു കളയരുത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അതെന്താണെന്നറിയോടാ? നമ്മൾ പെട്രോളിയം പ്രോഡക്ട്സ് ഇല്ലേ, പെട്രോളിയം പ്രോഡക്ട്സ് ഇല്ലടാ, പെട്രോളിയം പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളും ഡീസലും കെറോസിനും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഇല്ലേ, ആ പ്രോസസ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ്. കാരണം എന്താ? ഈ കമ്പോണൻറ്റുകളുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ലടാ. അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? കമ്പോണൻറ്റുകളുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ചെറിയ ഡിഫറൻസേ ഉള്ളൂ എങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നോക്കടാ, ഇവിടെ നിങ്ങൾ ഈ RB ഫ്ലാസ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള പാസേജ് അല്ലേ ഇവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ നോക്ക്, ഒരു ഓപ്പൺ പാസേജ് അല്ല, ഇവിടെ ഇങ്ങനെയുള്ള കോളങ്ങളാണ് ഉപയോഗിക്കുക. ഈ കോളങ്ങളെ നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഏതുറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ എന്താ പറയേണ്ടത്? ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. എക്സാമ്പിളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാ. ഇനി മക്കളെ, ഈ രണ്ട് ഡിസ്റ്റിലേഷൻ ആണോ ഉള്ളത്? അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിലേഷൻ ഉണ്ട്. അത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആണ്. ഇതിനെ തന്നെയാണ് വാക്വം ഡിസ്റ്റിലേഷൻ എന്ന് പറയാ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ അല്ലെങ്കിൽ വാക്വം ഡിസ്റ്റിലേഷൻ. എന്താടാ സംഭവം? സംഭവം വളരെ സിമ്പിളാണ്. എന്താന്ന് ചോദിച്ചാൽ, ചില ഓർഗാനിക് കോമ്പൗണ്ടുകളില്ലേ, എന്താ ഈ ഡിസ്റ്റിലേഷനിലൊക്കെ നടന്നത്? എന്താ അപ്പോൾ ഇവിടെ ഒക്കെ നടന്നത്? നമ്മൾ ബോയിലിംഗ് പോയിന്റ് എത്രയാണോ ആ ബോയിലിംഗ് പോയിന്റ് കൊടുക്കുമ്പോൾ അയാൾ വേപ്പറായിട്ട് പോവല്ലേ, ആ വേപ്പർ ഇവിടെ കളക്ട് ചെയ്യുന്ന പരിപാടിയല്ലേ. പക്ഷെ ചില ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത എന്നറിയാം നിങ്ങൾക്ക്? അവർ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അത് ഡീകമ്പോസ് ചെയ്തു പോകും. എങ്ങനെ ഡികമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറും. അപ്പോൾ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ നിങ്ങളോട്, ഒരു എക്സാമ്പിൾ പറയട്ടെ. ക്ലോറോഫോമും അനിലിനുമാണ് എടുത്തതെന്ന് വിചാരിക്കുക. ആരുടെ ബോയിലിംഗ് പോയിന്റാണ് കുറവ്? ക്ലോറോഫോമിൻ്റെ ബോയിലിംഗ് പോയിന്റാണ്. അപ്പോൾ നമ്മൾ 334 കെൽവിൻ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോറോഫോം മാത്രം ബോയിൽ ചെയ്ത് അതിവിടെ വെച്ച് കണ്ടൻസ് ചെയ്ത് അതിവിടെ കളക്ട് ചെയ്യുന്ന പരിപാടിയല്ലേ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 334 കെൽവിൻ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ക്ലോറോഫോം ഡീകമ്പോസ് ചെയ്ത് പോയാലോ, അത് വേറെ എന്തെങ്കിലും ആയി മാറിക്കഴിഞ്ഞാലോ ഇവിടെ നമുക്ക് ക്ലോറോഫോമിനെ കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ അഥവാ വാക്വം ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്. അതെന്താ സംഭവം എന്നറിയോടാ? ഒരാളുടെ ബോയിലിംഗ്, ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. ആ വാട്ടർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൊടുത്താലാണ് വാട്ടർ ബോയിൽ ചെയ്യാന്നല്ലേ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിനേക്കാൾ കുറവ് ടെമ്പറേച്ചർ കൊടുത്ത് അതിനെ ബോയിൽ ചെയ്യാൻ കഴിയുമോ? കഴിയും. എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മൾ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറച്ചാൽ മതി. അതാണ് നമ്മൾ പണ്ട് പഠിച്ചതടാ. വലിയ മലമുകളിൽ പോയിട്ട് വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ അവിടെ 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. അപ്പം നമ്മുടെ കൺസേൺ ഇത്രയേ ഉള്ളൂ. അതായത് ചില ഓർഗാനിക് കോമ്പൗണ്ടുകൾ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഡീകമ്പോസ് ചെയ്ത് പോകുന്നുണ്ട്. അത് നടക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് ഏത് ടെമ്പറേച്ചറിലാണോ ഡീകമ്പോസ് ചെയ്തു പോകുന്നത് അതിൻ്റെ മുന്നേ നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ബോയിൽ ചെയ്യുക? ബോയിലിംഗ് പോയിന്റ് കുറക്കണം. എങ്ങനെ ബോയിലിംഗ് പോയിന്റ് കുറക്കുക? പുറത്തുള്ള പ്രഷർ കുറക്കണം. അങ്ങനെ ഡിസ്റ്റിലേഷൻ നടത്തുന്നതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് ഗ്ലിസറോളാണ്. ഗ്ലിസറോൾ സോപ്പ് സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ സ്പെൻ ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ വഴിയാണ്, അല്ലെങ്കിൽ വാക്വം ഡിസ്റ്റിലേഷൻ വഴിയാണ്. എന്താ കാരണം? ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഈ ഗ്ലിസറോൾ ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഡീകമ്പോസ് ചെയ്തു പോകും.
പോകും. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് പോകുന്നതിൻ്റെ മുന്നേ ബോയിൽ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? പ്രഷർ കുറച്ച്, പുറത്തുള്ള പ്രഷർ കുറച്ച് ബോയിൽ ചെയ്താൽ മതി. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഗ്ലിസറോൾ മക്കൾ മറന്നു കളയരുത്. ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ കണ്ട ഒരു പേരാണ് ഗ്ലിസറോൾ. ഗ്ലിസറോളിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറാണ്. കാരണം അത് ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഡീകമ്പോസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ് മക്കളെ? ഐഡിയ കിട്ടിയോ? യെസ്. അടുത്തത് സ്റ്റീം ഡിസ്റ്റിലേഷനാണ്. എടാ, എപ്പോഴാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ അപ്ലൈ ചെയ്യുക? 2 കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് സ്റ്റീം വോളട്ടൈൽ ആവണം. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് സ്റ്റീം വോളട്ടൈൽ ആവണം. സ്റ്റീം കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് വേപ്പറായിട്ട് വരണം. അതാണ് സ്റ്റീം വോളട്ടൈൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ ഡിസോൾവ് ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്താവണം? ഇമ്മിസിബിൾ ആവണം. ഇമ്മിസിബിൾ ഇൻ വാട്ടർ. എന്താണ് ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ? വെള്ളവും വെളിച്ചെണ്ണയും മിക്സ് ചെയ്താൽ അത് മിക്സ് ആവോ? ഇല്ലല്ലോ. 2 ലെയറായി നിൽക്കില്ലേ? അങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കുന്നതാണ് ഇമ്മിസിബിൾ. ഡിസോൾവ് ആവാതെ നിൽക്കുന്നതാണ് ഇമ്മിസിബിൾ. അപ്പോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എന്താവണം? സ്റ്റീം വോളട്ടൈൽ ആവണം. അയാൾ വാട്ടറിൽ സോലുബിൾ ആവാനും പാടില്ല. അപ്പം മക്കളെ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് നമ്മൾ സ്റ്റീം പാസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് വേപ്പറായിട്ട് മുകളിലേക്ക് വരും. അതിൻ്റെ കൂടെ സ്റ്റീമും ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ വെള്ളവും ഉണ്ടാവും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാന്നറിയോടാ? സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സെപ്പറേറ്റിംഗ് ഫണൽ എടുക്കുക. ഓക്കെ, ഇതാണ് സെറ്റപ്പ്. അപ്പോൾ നോക്ക്, അതിനകത്ത് എന്താടാ? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക, സ്റ്റീം ഉണ്ടാവും. സ്റ്റീം കണ്ടൻസ് ചെയ്താൽ വാട്ടറായിട്ട് മാറും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർ 2 ലെയറായിട്ടാണ് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതിയടാ? നമുക്കിങ്ങനെ 2 ലെയറായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ലെയറിലുള്ള വാട്ടർ പുറത്തേക്ക് വരും. വാട്ടർ മൊത്തമായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് മാത്രം ഇതിനകത്ത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ കണ്ടീഷനാണ് മക്കളെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എന്താ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട് സ്റ്റീം വോളട്ടൈൽ ആയിരിക്കണം. ഓർഗാനിക് കോമ്പൗണ്ട് എന്തായിരിക്കണം? സ്റ്റീം വോളട്ടൈൽ ആയിരിക്കണം. അതേപോലെ തന്നെ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാനും പാടില്ല. മറന്നു കളയണ്ട, ഇമ്പോർട്ടൻ്റ്. അപ്പം 4 തരം ഡിസ്റ്റിലേഷൻ പറഞ്ഞു. സിമ്പിൾ ഡിസ്റ്റിലേഷൻ പറഞ്ഞു, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പറഞ്ഞു, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ പറഞ്ഞു, സ്റ്റീം ഡിസ്റ്റിലേഷൻ പറഞ്ഞു. അറിഞ്ഞിരിക്കുക. ഇനി മക്കളെ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്താണെന്നറിയോ? ഓൾറെഡി ഓർഗാനിക് കോമ്പൗണ്ട് സൊല്യൂഷൻ സ്റ്റേറ്റിലാണുള്ളത്, അക്വസ് സൊല്യൂഷൻ സ്റ്റേറ്റിലാണുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ നിലവിൽ ആരുണ്ട്? വാട്ടറുണ്ട്. ഒരു സൊല്യൂഷനായിട്ടാണ് ഇവരിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ആ സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ വാട്ടറിൽ നിന്ന് ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോടാ? ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഈ വാട്ടറിൽ സോലുബിൾ അല്ലേ? അതിനേക്കാൾ നല്ലൊരു സോൾവെന്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. അതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ എത്രത്തോളമാണോ ഡിസോൾവ് ചെയ്യുന്നത്, അതിനേക്കാൾ കൂടുതൽ ഡിസോൾവ് ചെയ്യുന്ന സോൾബിലിറ്റി ഉള്ള ഒരു സോൾവെന്റ് ആണ് നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുക എന്നറിയോ? ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ നിന്ന് മാറി ആ പുതിയ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. കാരണം എന്താ? ആ പുതിയ സോൾവെന്റിലാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടിന് കൂടുതൽ സോൾബിലിറ്റി ഉള്ളത്. അപ്പം എന്താണ് സംഭവിക്കുക? ഇപ്പം നമ്മളത് സെപ്പറേറ്റിംഗ് ഫണലിലേക്ക് മാറ്റിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക? 2 ലെയറായിട്ടല്ലേ ഉണ്ടാവുക? ഒരു ലെയറിൽ വാട്ടറാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ലെയറിൽ എന്താ? നമ്മൾ എടുത്തിട്ടുള്ള പുതിയ സോൾവെന്റ് ഉണ്ടാവും. പ്ലസ് എന്താ ഉണ്ടാവുക? ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്ക്, വാട്ടറിൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ലേ? സെപ്പറേറ്റ് ചെയ്തു. ഇനി ഈ സോൾവെന്റിൽ നിന്ന് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി അക്വസ് സൊല്യൂഷൻ സ്റ്റേറ്റിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. അത് പറയുമ്പോൾ മക്കളെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണെന്നറിയോ? നമ്മൾ ആഡ് ചെയ്യുന്ന ഈ സോൾവെന്റ്
ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലെയറായിട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ പുതിയ സോൾവെൻറ്റ് വാട്ടറിൽ ഇമ്മിസിബിൾ ആവണം എന്നുള്ള കാര്യം സ്വാഭാവികമായും നിങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. എന്താണ്? ഈ പുതിയ സോൾവെൻറ്റ് വാട്ടറിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസോൾവ് ചെയ്യാൻ പാടില്ല. അത് ഇമ്മിസിബിൾ ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? ഈ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. എന്നിരുന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് ക്രൊമാറ്റോഗ്രഫിയാണ്. ക്രൊമാറ്റോഗ്രഫിയെ കുറിച്ച് പറയുമ്പോൾ 2 തരം ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. ഒന്നാമത്തെ ക്രൊമാറ്റോഗ്രഫി ഏതാടാ? അഡ്സോർപ്ഷൻ ആണ്. എന്താണ്? അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. രണ്ടാമത്തത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. 2 തരം ക്രൊമാറ്റോഗ്രഫികളുണ്ട്. ഒന്ന് അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്, 2 പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയാണ്. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ 2 ടൈപ്പ് ക്രൊമാറ്റോഗ്രഫികൾ അവിടെ ഉണ്ട്. ഒന്ന് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയാണ്, 2 കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. ഒന്ന് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയാണ്, 2 കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. 2 സിമ്പിൾ പരിപാടിയാണ്. നോക്ക്, കോളം ക്രൊമാറ്റോഗ്രഫി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആദ്യം തന്നെ ഒരു കോളം എടുക്കണം. ആ കോളത്തിനകത്ത് അതിൻ്റെ ഇന്നർ സർഫസിൽ ഒരു അഡ്സോർബൻ്റ് കോട്ട് ചെയ്യണം. നോർമലി സിലിക്ക ജെല്ലൊക്കെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ സിലിക്ക ജെല്ലി ഈ ഇന്നർ സർഫസിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഏത് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് ആണെങ്കിലും അവിടെ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും. ആ സ്റ്റേഷനറി ഫേസ് ഇവിടെ സിലിക്ക ജെൽ ആയതുകൊണ്ട് നോർമലി നമ്മൾ എടുക്കാറുള്ളത് സോളിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിനെയാണ്. ഇനി മക്കളെ, ഇതിലേക്ക് നിങ്ങളുടെ ഓർഗാനിക് കോമ്പൗണ്ട് ആഡ് ചെയ്യുക. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ എ ഉണ്ട്, ബി ഉണ്ട്, അതേപോലെ സി ഉണ്ട്. അവർ മിക്സ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ടോ അതിനെ പതുക്കെ നമ്മൾ ഈ കോളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ എയുടെയും ബിയുടെയും സിയുടെയും അഡ്സോർബിങ് കപ്പാസിറ്റി അഥവാ പറ്റിപ്പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒരേപോലെയാണോ? അല്ല. എയുടെ അഡ്സോർബിങ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ എ ആദ്യം തന്നെ ആ സിലിക്ക ജെല്ല് പറ്റിപ്പിടിച്ചു നിൽക്കും. ഈ മിഡിലല്ല ഉണ്ടാവുക, അതിൻ്റെ ആ സർഫസിലാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഇനി ബിയുടെയും സിയുടെയും അഡ്സോർബിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ആദ്യം തന്നെ അയാൾക്ക് പറ്റിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അയാൾ തെന്നി താഴേക്ക് വരും, അല്ലേ? ബിയുടെ അഡ്സോർബിങ് കപ്പാസിറ്റി ആണ് പിന്നെ കൂടുതൽ. അപ്പോൾ രണ്ടാമത് ബി വന്നു, പിന്നെയാണ് സിയുടെ അഡ്സോർബിങ് കപ്പാസിറ്റി, അങ്ങനെ പിന്നെ സി വന്നു. ഗോട്ട് ഇറ്റ്? അപ്പോൾ ആദ്യം എല്ലാവരും ഒരു മിക്സറായിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ഈ കോളത്തിലേക്ക് ആഡ് ചെയ്ത സമയത്ത് അവരുടെ അഡ്സോർബിങ് കപ്പാസിറ്റിയിലുള്ള ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് വ്യത്യസ്ത ലെയറുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അല്ലടാ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കോളം ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ മക്കളെ, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകത അഡ്സോർപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഇവിടെ ഇപ്പോൾ 3 ലെയറായി നിന്നല്ലോ. ഇനി നിങ്ങൾക്ക് വേണ്ടത് എ ആണെന്ന് വിചാരിക്കുക. എ മാത്രം ഡിസോൾവ് ചെയ്യുന്ന ഒരു സോൾവെൻറ്റ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യുന്ന സോൾവെൻറ്റിനെ എല്യൂട്ട് എന്നാണ് വിളിക്കുക. ആ പ്രോസസ്സിനെ എല്യൂഷൻ എന്നാണ് വിളിക്കുക. വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്നാലും എ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എ മാത്രം ഡിസോൾവ് ചെയ്യുന്ന സോൾവെൻ്റ് ഒഴിച്ച് അതിനെ നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബിയും സിയും ഡിസോൾവ് ചെയ്യുന്ന സോൾവെൻ്റ് ആവരുത് കേട്ടോ. എ മാത്രം ഡിസോൾവ് ചെയ്യുന്ന സോൾവെൻ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒഴിച്ച സോൾവെൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് മൊബൈൽ ഫേസ് എന്ന് പറയുക. അപ്പോൾ മക്കളെ, കോളം ക്രൊമാറ്റോഗ്രഫിയിൽ മൊബൈൽ ഫേസ് ആരാണ്? മൊബൈൽ ഫേസ് നോർമലി നമ്മൾ എടുക്കുക ഒരു ലിക്വിഡ് ആണ് എന്നത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതൊരു ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്ക് ആണെങ്കിലും ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, മൊബൈൽ ഫേസ് ഉണ്ടാവും. ഇവിടെ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്, മൊബൈൽ ഫേസ് ലിക്വിഡ് ആണ്. അപ്പോൾ ഒന്നുമില്ല, എയും ബിയും സിയും കൂട്ടമായിട്ട് നിൽക്കുകയാണ്. കോളത്തിലേക്ക് ഒഴിക്കുമ്പോൾ അഡ്സോർബിങ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവർ വ്യത്യസ്ത ലെയറുകളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവരെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കോളം ക്രൊമാറ്റോഗ്രഫി. എന്നാൽ മക്കളെ, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്താ? വളരെ സിമ്പിളാണ്. നോക്ക്, ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു പ്ലേറ്റ് ഉണ്ട്.
ആ പ്ലേറ്റിൽ നമ്മൾ നേരത്തെ കോളത്തിൽ സിലിക്ക ജെല്ല് ഫില്ല് ചെയ്തില്ലേ, അതേപോലെ എന്ത് ചെയ്യണം, സിലിക്ക ജെല്ലിൽ കോട്ട് ചെയ്യണം. അപ്പം ഇവിടെയും സ്റ്റേഷനറി ഫേസ് ആരാന്ന് ചോദിച്ചാൽ, സ്റ്റേഷനറി ഫേസ് ആരാന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് എന്ത് തന്നെയാണ്, സോളിഡ് തന്നെയാണ്. ഓക്കെ, തിൻ ലെയർ ആവട്ടെ കോളം ആവട്ടെ, സ്റ്റേഷനറി ഫേസ് സോളിഡ് തന്നെയാണ്. ഇനി മക്കളെ അപ്പോൾ ഈ പ്ലേറ്റിൽ എന്താ കോട്ട് ചെയ്തത്, സിലിക്ക ജെല്ല് കോട്ട് ചെയ്തു, അഡ്സോർബൻ്റ് കോട്ട് ചെയ്തു, സ്റ്റേഷനറി ഫേസ് കോട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഒരു കാപ്പിലറി ട്യൂബ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇമ്പ്യൂരിറ്റീസും ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ആ പ്ലേറ്റ് നിങ്ങൾ ജസ്റ്റ് എടുത്തിട്ട് ഈ തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ചെയ്യുന്ന ജാറിലേക്ക് വെക്കുക. ജാറിൻ്റെ താഴെ ആരാ ഉള്ളത്, ഒരു സോൾവെൻ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു പേപ്പർ നമ്മൾ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ആ പേപ്പറിലൂടെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ഈ സോൾവെൻ്റ് നമ്മൾ വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് കയറി വരും. അതാണ് ഇവിടെ മൊബൈൽ ഫേസ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ പറഞ്ഞ പോലെ ഇവിടെയും മൊബൈൽ ഫേസ് നോർമലി എന്ത് തന്നെയാണ്, ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. ഗോട്ട് ഇറ്റ്? രണ്ട് സ്ഥലത്തും സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്, മൊബൈൽ ഫേസ് ലിക്വിഡാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ് ഈ ബ്ലൂ സ്പോട്ട്, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ടച്ച് ചെയ്ത ആ പോയിന്റ് ആണ്. ഇനി ഈ സോൾവെന്റ് മുകളിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ, ഈ സോൾവെന്റ് മുകളിലേക്ക് കയറുന്ന സമയത്ത് ആ ഓർഗാനിക് കോമ്പൗണ്ട് മുകളിലേക്ക് കയറും, അതിലടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും മുകളിലേക്ക് കയറും, അതിലടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് കയറും, ഇമ്പ്യൂരിറ്റീസ് കയറും. ആരാ പെട്ടെന്ന് കയറുക, ആർക്കാണോ അഡ്സോർബിങ് കപ്പാസിറ്റി കുറവുള്ളത് അയാളാണ് പെട്ടെന്ന് കയറുക. നന്നായിട്ട് അഡ്സോർബിങ് കപ്പാസിറ്റി ഉള്ള ആൾ പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അഡ്സോർബിങ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെയും അവിടെയുള്ള ഇമ്പ്യൂരിറ്റീസും ആദ്യം ഒരു സ്പോട്ടിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ഡിഫറെൻറ്റ് സ്പോട്ടിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേറ്റ് എന്ന് വിചാരിക്കുക, ഇവിടെയാണ് നമ്മുടെ ആദ്യം കാപ്പിലറി ട്യൂബ് വെച്ച് ഓർഗാനിക് കോമ്പൗണ്ട് ടച്ച് ചെയ്തെന്ന് വിചാരിക്കുക. സോൾവെൻറ്റിലേക്ക് മുക്കി വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവരൊക്കെ മുകളിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിലുള്ള ഇമ്പ്യൂരിറ്റി ചിലപ്പോൾ ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇനി ചിലപ്പോൾ മക്കളെ സോൾവെൻറ്റ് മുകളിലേക്ക് കയറുന്നുണ്ടല്ലോ, സോൾവെൻറ്റ് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ബേസ് ലൈന് ആണ്. അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ കമ്പോണൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടുമല്ലോ, കിട്ടും. ഇനി ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് എടുത്താൽ സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. എന്നാൽ ഓരോ കമ്പോണൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എടുത്താൽ അതിനെയാണ് റീടെൻഷൻ ഫാക്ടർ അല്ലെങ്കിൽ RF വാല്യൂ എന്ന് വിളിക്കുക. എന്താ RF വാല്യൂ? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സബ്സ്റ്റൻസ് ഫ്രം ബേസ് ലൈന്. അതായത് ബേസ് ലൈനിൽ നിന്ന് നമ്മുടെ കമ്പോണൻറ്റ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സോൾവെൻറ്റ് ഫ്രം ദ ബേസ് ലൈന്. ബേസ് ലൈനിൽ നിന്ന് സോൾവെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. എന്താണ് RF വാല്യൂ എന്ന് വേണമെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. കമ്പോണന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സോൾവെന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, കമ്പോണന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സോൾവെന്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നുള്ള കാര്യം മക്കളെ നിങ്ങൾ മറന്നു കളയരുത്. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഈ അഡ്സോർപ്ഷൻ ആവട്ടെ, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ആവട്ടെ, കോളം ക്രൊമാറ്റോഗ്രഫി ആവട്ടെ, അവരുടെ അഡ്സോർപ്ഷൻ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് കമ്പോണൻറ്റുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു കളയരുത്. ഇനി മക്കളെ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ നിങ്ങൾ അറിയേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പോണൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ അഡ്സോർപ്ഷൻ്റെ അടിസ്ഥാനത്തിലല്ലേ സെപ്പറേറ്റ് ചെയ്തത്. എന്നാൽ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പോണൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മക്കളെ ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നറിയോ? ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയാണ്. എന്താണ്? പേപ്പർ ക്രൊമാറ്റോഗ്രഫിയാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയാണ് എന്തിൻ്റെ എക്സാമ്പിൾ? പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ എക്സാമ്പിൾ. പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ക്രൊമാറ്റോഗ്രഫിക് പേപ്പർ ഉണ്ട്.
ആ പേപ്പറിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സോൾവെന്റിലേക്ക് കെട്ടി തൂക്കി വെക്കുകയാണ്. നേരത്തെ ആ സോൾവെന്റിലേക്ക് പ്ലേറ്റ് അങ്ങ് വെച്ചതായിരുന്നെങ്കിൽ ഇവിടെ നമ്മളൊന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ സ്റ്റേഷനറി ഫേസ് സോളിഡും മൊബൈൽ ഫേസ് ലിക്വിഡും അല്ലേ പറഞ്ഞിരുന്നത്. എന്നാൽ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ പ്രത്യേകത അവിടെ സ്റ്റേഷനറി ഫേസും ലിക്വിഡാണ്, മൊബൈൽ ഫേസും ലിക്വിഡാണ്. രണ്ടും എന്താണ്? ലിക്വിഡാണ് എന്നുള്ളത് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ ഒരു പ്രത്യേകതയാണ്. ഒന്നുമില്ല, ഇവിടെ രണ്ട് കാര്യം അറിയേണ്ടതുള്ളൂ. ഒന്ന്, കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പോണൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. അവിടെ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും എന്താണ്? ലിക്വിഡാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ പേപ്പറിൽ ആ പ്ലേറ്റിൽ ഇങ്ങനെ സോൾവെൻറ്റ് കയറിപ്പോയിരുന്നില്ലേ, അതേപോലെ തന്നെ ഈ പേപ്പറിലൂടെ കമ്പോണൻസ് മുകളിലേക്ക് പോവും. അപ്പോൾ അവിടെ പാർട്ടീഷനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അഡ്സോപ്ഷൻ അല്ല, പാർട്ടീഷനിങ് ആണ് എന്നത് മനസ്സിലാക്കി വെക്കുക. ഒരു തരത്തിലുള്ള അബ്സോർപ്ഷനാണ്. കമ്പോണൻറ്റുകൾ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഡിഫറെൻറ്റ് ലെവലുകളിൽ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് കമ്പോണൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ആ പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക്. സബ്ലിമേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്താടാ, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, ഡിസ്റ്റിലേഷൻ 4 ടൈപ്പ് ഉണ്ട്, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ഉണ്ട്, ക്രൊമാറ്റോഗ്രഫി 2 ടൈപ്പ് ഉണ്ട്. നോക്ക് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ടേക്കിംഗ് ആൻ എക്സാമ്പിൾ. നോക്കടാ, ക്രിസ്റ്റലൈസേഷൻ്റെ ഐഡിയ നിങ്ങൾക്കറിയാം. എന്താണ് ഐഡിയ? സോലുബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പോണൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഷുഗറും സാൾട്ടൊക്കെ നമ്മൾ പറഞ്ഞു. സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ക്ലോറോഫോം ആൻഡ് അനിലിൻ്റെ സെപ്പറേഷൻ, ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഡികമ്പോസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അവരെ പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഗ്ലിസറോളിനെ സോപ്പ് സൊല്യൂഷൻ എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. എ മെത്തേഡ് യൂസ്ഡ് ടു പ്യൂരിഫൈ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് ക്രൊമാറ്റോഗ്രഫി. എക്സ്പ്ലെയിൻ അഡ്സോപ്ഷൻ ക്രൊമാറ്റോഗ്രഫി. അഡ്സോപ്ഷൻ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റുകളുടെ അഡ്സോർബിങ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പോണൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അവിടെ 2 ടൈപ്പ് ഉണ്ട്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, കോളം ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. നമ്മൾ പറഞ്ഞതാണ്. അടുത്തത്, വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് കോമ്പൗണ്ട് and the impurity present in it. Explain the principle involved in the following method of purification. Distillation നമ്മൾ പറഞ്ഞു. ഡിസ്റ്റിലേഷൻ എന്ന് മാത്രം എഴുതിയാൽ അത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആണ്. പിന്നെന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഗോട്ട് ഇറ്റ്? പിന്നെന്താ ക്വസ്റ്റ്യൻ? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു പ്യൂരിഫൈ ഓർഗാനിക് കോമ്പൗണ്ട്സ്. നെയിം എനി 3 മെത്തേഡ്സ്. ഏതെങ്കിലും 3 മെത്തേഡിൻ്റെ പേര് എഴുതാനാണ്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ മക്കളെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. എല്ലാ എക്സാമിനൊന്നും ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നീറ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി ആണല്ലോടാ? ഇത് കുറച്ച് എന്താ പറയുക, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് പറയേണ്ട കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും വളരെ ഷോർട്ട് ടൈമിലേക്ക് ഞാൻ ചുരുക്കിയതാണ്. ബോർഡ് എക്സാമിന് ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി നമുക്ക് പോകാനുള്ളത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലേക്കാണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. എടാ, പ്യൂരിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇനി ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. എന്താ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. എന്താ ക്വാളിറ്റേറ്റീവ്? നമ്മൾക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ഏതൊക്കെ എലമെൻറ്റുകൾ ഉണ്ട്? കാർബൺ ഉണ്ടോ? ഹൈഡ്രജൻ ഉണ്ടോ? നൈട്രജനും സൾഫറും ഫോസ്ഫറസും ഹാലജനും ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഇല്ലേ? ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഉണ്ടെങ്കിൽ അത് എത്ര എമൗണ്ട് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ആദ്യം പറയാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. മക്കളെ നന്നായി ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് കാർബണും അതേപോലെ തന്നെ ഹൈഡ്രജനുമാണ്. വളരെ സിമ്പിൾ പരിപാടിയാണ്. എന്താണെന്നറിയോ? നോക്കൂ, നിങ്ങൾ കാർബണാണ് നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആ കാർബൺ ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടല്ലോ. ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ സംശയിക്കേണ്ടതിൽ കാർബൺ ഉണ്ട്. അത് ഉണ്ട് എന്ന് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ആ കാർബൺ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് കുപ്രിക് ഓക്സൈഡ് CuO ആഡ് ചെയ്ത് ചൂടാക്കുക. അങ്ങനെ ചൂടാക്കുമ്പോൾ അതിൽ കാർബൺ ഉണ്ടെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും.
അതിൽ കാർബൺ ഉണ്ടെങ്കിൽ എന്തായി മാറിയിട്ടുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് എങ്ങനെ കൺഫേം ചെയ്യുക? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയണം, അതിലേക്ക് കുറച്ച് ലൈം വാട്ടർ ആഡ് ചെയ്താൽ മതി. എന്താ ലൈം വാട്ടർ? കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേരാ ലൈം വാട്ടർ. അപ്പം നമുക്ക് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് മക്കളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആലോചിച്ചിരിക്കേണ്ട, അവിടെ കാർബൺ ഉണ്ട് എന്ന് ഉറപ്പിക്കാം. അപ്പം എങ്ങനെയാണ് നമ്മൾ കാർബൺ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്? ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് CuO ആഡ് ചെയ്ത് ചൂടാക്കിയപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. അതിലേക്ക് ലൈം വാട്ടർ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയതിൽ നിന്നാണ് കാർബൺ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞത്. എന്നാൽ ഹൈഡ്രജൻ ഉണ്ടെന്ന് എങ്ങനെ പറയാ? ഇതേപോലെ തന്നെ ഹൈഡ്രജൻ അടങ്ങിയ മക്കളെ എന്താണ്? ഹൈഡ്രജൻ അടങ്ങിയ കോമ്പൗണ്ടിലേക്ക് മുകളിൽ ആഡ് ചെയ്ത പോലെ കുപ്രിക് ഓക്സൈഡ് ആഡ് ചെയ്ത് ചൂടാക്കുക. അവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് വാട്ടറായിട്ട് ഓക്സിഡൈസ് ചെയ്യും. അതെങ്ങനെ കൺഫേം ചെയ്യുക? അതിലേക്ക് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുക. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്ത വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ബ്ലൂ കളർ കിട്ടും. ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് വാട്ടറൊന്നും ഇല്ലാത്ത കോപ്പർ സൾഫേറ്റാ, അതിന് കളറൊന്നും ഇല്ല. എന്നാൽ അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് ബ്ലൂ കളർ കിട്ടും. ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാട്ടറുമായി കമ്പൈൻ ചെയ്തു എന്നാണ് അർത്ഥം. വാട്ടറുമായി കമ്പൈൻ ചെയ്തെങ്കിൽ ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വെരി സിമ്പിൾ. ഐഡിയ കിട്ടിയോ? കുപ്രിക് ഓക്സൈഡ് ആഡ് ചെയ്ത് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ലൈം വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കാർബൺ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഹൈഡ്രജൻ വാട്ടർ ആയിട്ട് മാറും, ഓക്സിഡൈസ് ചെയ്യും. അതിലേക്ക് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാം. വെരി സിമ്പിൾ. ഇങ്ങനെയാണ് ഡിറ്റക്ഷൻ ഓഫ് കാർബണും ഡിറ്റക്ഷൻ ഓഫ് ഹൈഡ്രജനും നമ്മൾ ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി മക്കളെ അടുത്തത് ലസൈൻ ടെസ്റ്റ് ആണ്. ലസൈൻ ടെസ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻസ് ഓഫ് നൈട്രജൻ, സൾഫർ, അതേപോലെ തന്നെ ഹാലജൻ. ഓക്കെ, ഫോസ്ഫറസ് അല്ല, എന്താണ്? നൈട്രജൻ, സൾഫർ, ഹാലജൻ. ഈ മൂന്നാളുകളെ ഡിറ്റക്റ്റ് ചെയ്യാനാണ് ലസൈൻ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞു തരാം. നോക്കിക്കോ. എന്താണ്? നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫ്യൂഷൻ ട്യൂബ് എടുക്കുക. ഫ്യൂഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിനേക്കാൾ സൈസ് വളരെ കുറവുള്ള തിന്നായിട്ടുള്ള ചെറിയൊരു ട്യൂബാണ്. അതിലേക്ക് ഇതാണ് ഞാൻ അതെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യേണ്ടത്? 2 ആളുകൾ ആഡ് ചെയ്യണം. ഒന്ന് ഓർഗാനിക് കോമ്പൗണ്ടിന് ആഡ് ചെയ്യണം, പ്ലസ് ഒരു സോഡിയം മെറ്റൽ ഞാൻ ആഡ് ചെയ്യണം. ഈ 2 സാധനവും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട് ആഡ് ചെയ്തു, ഒരു സോഡിയം മെറ്റൽ ആഡ് ചെയ്തു. എന്നിട്ട് മക്കളെ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ നന്നായിട്ട് ഹീറ്റ് ചെയ്യാണ്. ഏതുവരെ ഹീറ്റ് ചെയ്യണം? ഒരു റെഡ് ഹോട്ട് കണ്ടീഷനിൽ എത്തുന്നവരെ ഹീറ്റ് ചെയ്യണം. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും സോഡിയവും പരസ്പരം റിയാക്ട് ചെയ്ത് ഒരു റെഡ് ഹോട്ട് ആവുന്നവരെ ഹീറ്റ് ചെയ്യണം. അപ്പം എന്താ സംഭവിക്കാന്നറിയോ നിങ്ങൾക്ക്? അപ്പോൾ അവിടെ അതിലെങ്ങാനും നൈട്രജൻ ഉണ്ടെങ്കിൽ അത് സോഡിയവും കാർബണുമായി കമ്പൈൻ ചെയ്ത് സോഡിയം സയനൈഡ് ആയിട്ട് മാറും. നമ്മുടെ കോമ്പൗണ്ടിൽ എങ്ങാനും സൾഫർ ഉണ്ടെങ്കിൽ അത് സോഡിയവുമായി കമ്പൈൻ ചെയ്ത് സോഡിയം സൾഫൈഡ് ആയിട്ട് മാറും. നമ്മുടെ കോമ്പൗണ്ടിൽ എങ്ങാനും ഹാലജൻ ഉണ്ടെങ്കിൽ അത് സോഡിയവുമായി കമ്പൈൻ ചെയ്ത് സോഡിയം ഹാലൈഡ് ആയിട്ട് മാറും. അതായത് ഫ്യൂഷൻ ട്യൂബിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ടും സോഡിയം മെറ്റലും എടുത്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ ഉണ്ടെങ്കിൽ സോഡിയം സയനൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, സൾഫർ ഉണ്ടെങ്കിൽ സോഡിയം സൾഫൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, ഹാലജൻ ഉണ്ടെങ്കിൽ സോഡിയം ഹാലൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ഇനി മക്കളെ ഇതിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നിങ്ങൾ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ ഈ ഫ്യൂഷൻ ട്യൂബ് നല്ല ഹോട്ടായിട്ട് നിൽക്കുന്ന ഫ്യൂഷൻ ട്യൂബ് അങ്ങ് ബ്രേക്ക് ആവും. എന്നിട്ട് ആ കോമ്പൗണ്ടുകളൊക്കെ ഈ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ആവും. എന്നിട്ട് ഒന്ന് കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക, ഫണൽ എടുക്കുക, ഫിൽട്ടർ പേപ്പർ വെക്കുക, ഫിൽട്ടർ ചെയ്തെടുക്കുക. അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ കഷ്ണവും കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ ഫിൽട്ടർ പേപ്പറിൽ തങ്ങി നിൽക്കും. അതേസമയം ബാക്കിയുള്ള ആളുകൾ, അതായത് ആ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഈ കോമ്പൗണ്ടുകളും ഒക്കെ താഴേക്ക് എത്തും. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് സോഡിയം ഫ്യൂഷൻ
സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. എന്താണ്? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ അതിൻ്റെ പേര്? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. മക്കളെ, നിങ്ങൾക്ക് ലസൈൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നൈട്രജൻ്റെ, സൾഫറിൻ്റെ, ഹാലജൻ്റെ ഒക്കെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാവണം. എങ്ങനെയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയത്? ഫ്യൂഷൻ ട്യൂബിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ടും സോഡിയം മെറ്റലും ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തു. അപ്പോൾ അതിലുള്ള നൈട്രജനും സൾഫറും ഹാലജനും ഒക്കെ ഈ കോമ്പൗണ്ടിലേക്ക് വന്നു, ഈ ഫോമിലേക്ക് വന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ആഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ് നൈട്രജനും ഹാലജനും സൾഫറൊക്കെ ഡിറ്റക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നൈട്രജൻ്റെ ഡിറ്റക്ഷൻ ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഇല്ലേ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഓക്കെ, അതിന് അല്പം എടുക്കുക. അതിന് അല്പം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് അതിലേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രഷ്യൻ ബ്ലൂ കളറാണ് കിട്ടുക. എന്താ കിട്ടുക? പ്രഷ്യൻ ബ്ലൂ കളർ. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നിൽക്കണ്ട, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. അത് നൈട്രജൻ്റെ പ്രസൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് ആ കോമ്പൗണ്ട്. Got it? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ നിന്ന് അല്പം എടുത്ത് അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കിട്ടിയാൽ അത് നൈട്രജനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് മിക്കവാറും കിട്ടുക പ്രഷ്യൻ ബ്ലൂ ആണ്. അപ്പോൾ വേർഡ് മറന്നു പോകരുത്, പ്രഷ്യൻ ബ്ലൂ. അത് കിട്ടിയാൽ നൈട്രജൻ ആണ് എന്ന് പറയാൻ നിങ്ങൾ മടി കാണിക്കേണ്ടതില്ല. അത് കിട്ടിയാൽ അത് നൈട്രജൻ തന്നെയാണ്. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇനി നോക്കടാ അടുത്തത്, പ്രസൻസ് ഓഫ് സൾഫർ. സൾഫർ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെന്താണെന്നറിയോ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ നിന്ന് അല്പം ഇങ്ങോട്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും ആഡ് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ടെങ്കിൽ അത് സൾഫറിൻ്റെ പ്രസൻസാണ്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് അസറ്റിക് ആസിഡും അതേപോലെ തന്നെ ലെഡ് അസറ്റേറ്റും ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ലെഡ് സൾഫൈഡ് ഫോം ചെയ്തു എന്നാണ് അർത്ഥം. അവിടെ സൾഫർ ഉണ്ട് എന്ന് ഉറപ്പിക്കാം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ സൾഫർ ഉണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു ഐഡിയ ഉണ്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് അല്പം എടുത്ത് അതിലേക്ക് സോഡിയം നൈട്രോ പ്രൂസൈഡ് ആഡ് ചെയ്യുമ്പോൾ വയലറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. എങ്ങനെ എന്താ ആഡ് ചെയ്യേണ്ടത്? സോഡിയം നൈട്രോ പ്രൂസൈഡ് ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വയലറ്റ് കളർ കിട്ടുന്നുണ്ടെങ്കിൽ അതും സൾഫറിനെ സൂചിപ്പിക്കുന്നതാണ്. രണ്ട് മെത്തേഡ് പറഞ്ഞു. ഏതൊക്കെയാ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും ആഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ സോഡിയം നൈട്രോ പ്രൂസൈഡ് ആഡ് ചെയ്യുമ്പോൾ വയലറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. രണ്ടും സൂചിപ്പിക്കുന്നത് സൾഫറിൻ്റെ പ്രസൻസിനെയാണ്. ഗോട്ട് ഇറ്റ്? ഇനി മക്കളെ നോക്കൂ, പ്രസൻസ് ഓഫ് ഹാലജൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കണം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് അല്പം എടുക്കണം. എന്നിട്ട് അതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും അതേപോലെ തന്നെ സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്ത് ചൂടാക്കണം. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് മൂന്ന് പോസിബിലിറ്റീസ് അവിടെയുണ്ട്. എന്താ? ഒന്നെങ്കിൽ നമുക്ക് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടാം, ഇളം മഞ്ഞ കളറിലുള്ള, അല്ലെങ്കിൽ നല്ല യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടാം. മൂന്ന് സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അല്ലെങ്കിൽ പെയിൽ യെല്ലോ, അല്ലെങ്കിൽ യെല്ലോ. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അത് സൂചിപ്പിക്കുന്നത് പ്രസൻസ് ഓഫ് ക്ലോറിനെയാണ്. അത് കൺഫേം ചെയ്യാൻ അതിലേക്ക് നിങ്ങൾ കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോലുബിൾ ആണെങ്കിൽ, ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കേണ്ട, അത് ക്ലോറിൻ്റെ പ്രസൻസിനെ കൺഫേം ചെയ്യുന്നുണ്ട്. Got it?
സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്ത് ചൂടാക്കുമ്പോൾ വൈറ്റ് precipitate കിട്ടുന്നു. അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോലുബിൾ ആണെങ്കിൽ പ്രസൻസ് ഓഫ് ക്ലോറിൻ. ഇനി പേല് യെല്ലോ ആ കിട്ടുന്നത് അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സ്ലൈറ്റ്ലി സോലുബിൾ ആണ്, കുറച്ച് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. സ്ലൈറ്റ്ലി സോലുബിൾ ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് പ്രസൻസ് ഓഫ് ബ്രോമിൻ ആണ്. ഇനി യെല്ലോ കളറാണ് കിട്ടുന്നത് അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഇൻസോലുബിൾ ആണ്. ഇൻസോലുബിൾ ആണെങ്കിൽ അത് പ്രസൻസ് ഓഫ് അയോഡീൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോറിനും ബ്രോമിനും അയോഡിനും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലോറിൻ്റെ ഡിറ്റക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇതേ മെത്തേഡ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ അല്ലടാ, എന്താ കോംപ്ലിക്കേഷൻ ഉള്ളത് ഇവിടെ? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു തവണ എഴുതിയെടുത്ത് ഒരു തവണ പറഞ്ഞു നോക്കിയാൽ, ഒരു തവണ എഴുതി നോക്കിയാൽ മനസ്സിൽ പതിയാവുന്നതേ ഇവിടെ ഉള്ളൂ. പക്ഷെ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ അത് 1-2 തവണ നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കേണ്ടി വരും. അത് നോക്കി നമ്മൾ പഠിക്കുന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളെ മുന്നിൽ കുറച്ച് സമയമുണ്ട്. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഫുൾ മാർക്കിലേക്ക് എത്താം. ആലോചിച്ചിരിക്കാൻ സമയമില്ല, വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഗോട്ട് ഇറ്റ്? ഇനി പ്രസൻസ് ഓഫ് ഫോസ്ഫറസ്, ഇതിൽ സയൻറ്റിസ്റ്റുമായിട്ട് ഇതിന് ബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആഡ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കാന്നറിയോ? അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ അത് ഫോസ്ഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഫോസ്ഫറസ് അതിനകത്തുണ്ടെങ്കിൽ അത് ഫോസ്ഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യും? ഫോസ്ഫേറ്റ്. ഫോസ്ഫറസ് ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. എടാ, ആ ഫോസ്ഫേറ്റിലേക്ക് നിങ്ങൾ എന്താ ആഡ് ചെയ്യേണ്ടത്? കുറച്ച് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യണം. പിന്നെന്താ ആഡ് ചെയ്യേണ്ടത്? കുറച്ച് അമോണിയം മോളിബ്ഡേറ്റും ആഡ് ചെയ്യുക. നൈട്രിക് ആസിഡും അമോണിയം മോളിബ്ഡേറ്റും ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യെല്ലോ precipitate കിട്ടുന്നുണ്ടോ നോക്കുക. യെല്ലോ precipitate കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് പ്രസൻസ് ഓഫ് ഫോസ്ഫറസിനെ സൂചിപ്പിക്കുന്നതാണ്. ഫോസ്ഫറസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് നൈട്രിക് ആസിഡും അമോണിയം മോളിബ്ഡേറ്റും ആഡ് ചെയ്ത് ചൂടാക്കുമ്പോൾ യെല്ലോ precipitate കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രസൻസ് ഓഫ് ഫോസ്ഫറസിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനും കാർബണും നമ്മൾ കണ്ടു. ലസൈൻ ടെസ്റ്റിൽ നൈട്രജനും സൾഫറും ഹാലജനും കണ്ടു. പിന്നെ ഫൈനലി നമ്മൾ ഫോസ്ഫറസിനെയും കണ്ടു. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. നെയിം എ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. അത് ദ്യുമാസ് മെത്തേഡ് അല്ലെങ്കിൽ ജൽദാസ് മെത്തേഡാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ്. ഹൗ വിൽ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ? ക്ലോറിൻ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പഠിച്ചു വെക്കണം. സജസ്റ്റ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ക്ലോറോഫോം ആൻഡ് അനിലിൻ. സിമ്പിൾ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ മതി, നേരത്തെ പറഞ്ഞതാണ്. വാട്ട് ഈസ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്? ഹൗ ദ പ്രസൻസ് ഓഫ് നൈട്രജൻ, സൾഫർ ആൻഡ് ഹാലോജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ആർ ഡിറ്റക്റ്റഡ്. ലസൈൻ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 4 മാർക്കിന് ചോദിച്ചത്. കൃത്യമായിട്ട് പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം മക്കളെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ അല്ലേ നിങ്ങൾക്ക്? ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഓരോ എലമെന്റുകളുടെയും പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലായോടാ? മനസ്സിലാക്കണം. ചിലപ്പോൾ 1-2 തവണ വായിക്കേണ്ടതും എഴുതേണ്ടതുമായിട്ട് വരും. അത് ചെയ്തേ പറ്റൂ. കാരണം മാർക്ക് വേണ്ടേ? പാസ്സായാൽ പോരല്ലോ, ഫുൾ മാർക്ക് വേണം. അത് തന്നെയാവണം നമ്മുടെ ടാർഗറ്റ്. അതിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി മക്കളെ നമ്മൾ അറിയേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഓരോ എലമെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നല്ലേ നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാർബണും ഹൈഡ്രജൻ്റെയും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു, കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ എന്താ പറയുക, ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, ഹൈഡ്രജൻ വാട്ടർ ആയിട്ടാണ് ഓക്സിഡൈസ് ചെയ്യുക, അല്ലേ? നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബണും ഹൈഡ്രജനും അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, അതിനെ കുപ്രിക് ഓക്സൈഡിൻ്റെ പെല്ലറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ചൂടാക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് മാറുക, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് മാറുക, ഹൈഡ്രജൻ വാട്ടർ ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതിലൂടെ കടന്നു പോവും, വാട്ടർ വേപ്പറും ഇതിലൂടെ കടന്നു പോവും. ഓക്കെ, അങ്ങനെയാണല്ലോ കടന്നു പോവുക.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യു ഷേപ്പ് ട്യൂബ് എടുക്കണം. ആദ്യത്തെ യു ഷേപ്പ് ട്യൂബിൽ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് മെഷർ ചെയ്ത്, അഥവാ എത്ര തൂക്കമുണ്ട് എന്ന് അളന്നിട്ട് വേണം ഈ യു ഷേപ്പ് ട്യൂബിൽ ഫില്ല് ചെയ്യാൻ. ഇനി നോക്കൂ, ഇതിലൂടെ ഏതൊക്കെ ഗ്യാസാണ് പോകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. വാട്ടറിനെ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിൻ്റെ മാസ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ വാട്ടറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇയാളുടെ മാസ് കൂടൂലേ. അപ്പോൾ എത്ര കൂടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര വാട്ടർ അവിടെ ഫോം ചെയ്തു എന്ന് മനസ്സിലാവൂലേടാ? മനസ്സിലാവും. അതിൽ നിന്ന് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ ഞാൻ പറയാം. ഇനി നോക്കൂ, അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് പോകുന്നത്. വാട്ടറിനെ മൊത്തം അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാരാ? കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഈ യു ഷേപ്പ് ട്യൂബിലൂടെ അല്ലേ പോവുക? ആണ്. അതിൽ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ അബ്സോർബ് ചെയ്യും. ഇതും നേരത്തെ നമ്മൾ മെഷർ ചെയ്ത് വെച്ചതാ, വെയിറ്റ് എടുത്ത് വെച്ചതാ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടൂലേ? എത്ര കൂടി എന്ന് നോക്കിയാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തു എന്ന് മനസ്സിലാവൂലേ? അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് കാണാൻ പറ്റും. എങ്ങനെയാ നോക്കടാ? അപ്പോൾ ആ പ്രോസസ്സ് മനസ്സിലായല്ലോ. ഇനി പെർസെൻറ്റേജ് ഓഫ് കാർബൺ എങ്ങനെയാ കാണാം? കാർബൺ അറ്റോമിക് മാസ് 12 ഡിവൈഡഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഉണ്ടാകുന്നത്, മോളിക്കുലർ മാസ് 44 ഇൻറ്റു മാസ് ഓഫ് CO2 ഫോംഡ്, മാസ് ഓഫ് CO2 ഫോംഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നമ്മൾ ആദ്യം എടുത്ത ഓർഗാനിക് കോമ്പൗണ്ട്, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു എന്താടാ? ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനുള്ള ഇക്വേഷൻ. ഇനി മക്കളെ, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് H2O അല്ലേ? H2O അല്ലേ? ആണ്. 2 ഹൈഡ്രജൻ, അപ്പോൾ 2. H2O എന്തിലാണ് ഉണ്ടാകുന്നത്? വാട്ടറിൽ. വാട്ടറിൻ്റെ മോളിക്കുലർ ഫോർമുല മോളിക്കുലർ മാസ് 18 ഇൻറ്റു മാസ് ഓഫ് H2O ഫോംഡ്, മാസ് ഓഫ് H2O ഫോംഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 ഇൻറ്റു എന്താണ്? 100. ഇതാണ് എന്തെന്ന് പറയുന്നത്? രണ്ടുപേരുടെയും പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. നോർമലി ഈ പ്രോസസ്സ് ഒന്നും അല്ല ചോദിക്കാറ്, ഈ ഇക്വേഷനാണ്, ഇതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. ഇവിടെ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡും മാസ് ഓഫ് വാട്ടർ ഫോംഡും മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടും ക്വസ്റ്റ്യനിൽ തരും. പിന്നെ എന്താ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? ഈ ഇക്വേഷനാണ് പഠിച്ചു വെക്കേണ്ടത്. ഇക്വേഷൻ പഠിച്ചാൽ വേറൊരു പ്രശ്നവും ഇല്ല. ഓക്കെ. ഇനി മക്കളെ, നൈട്രജൻ്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ദ്യൂമാസ് മെത്തേഡ് ഉണ്ട്, ജൽദാസ് മെത്തേഡ്. ഒന്ന് ദ്യൂമാസ് മെത്തേഡാണ്, 2 ജൽദാസ് മെത്തേഡാണ്. എടാ, ദ്യൂമാസ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ചൂടാക്കും. എങ്ങനെ? നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ചൂടാക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും, വാട്ടർ അവിടെ ഫോം ചെയ്യും, നൈട്രജൻ ഗ്യാസും ഫോം ചെയ്യും. കുറച്ച് കോപ്പർ അവിടെ ഉണ്ടാവും, പക്ഷെ അത് മാറ്റി നിർത്തിയാൽ മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, നൈട്രജൻ ഗ്യാസ്. ഓക്കെ ആണല്ലോ? ഇതാണ് അവിടെ ഫോം ചെയ്യുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ ഏത് ഫോമിലാണ് ഉണ്ടാവുന്നത്? അതുണ്ടാവുന്നത് നൈട്രജൻ ഗ്യാസിൻ്റെ ഫോമിലാണ്. അത് എവിടെയാണ് കളക്ട് ചെയ്യുക? നോക്ക്, ഈ സിലിണ്ടറിൻ്റെ മുകളിൽ ഇവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, അതിൻ്റെ മുകളിലാണ് നൈട്രജൻ ഗ്യാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. അപ്പോൾ ഇക്വേഷനിൽ എന്താ ചെയ്യുന്നതെന്നുണ്ടല്ലോ, നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട് കുപ്രിക് ഓക്സൈഡുമായി കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നൈട്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. അതാണ് അറിഞ്ഞിരിക്കുക, അത്രേ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനിയോ, ആ ഉണ്ടായ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ വേണ്ടേ? ആ ഇക്വേഷനും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ ഈ പാർട്ട് പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഈ ഇക്വേഷൻ നോട്ടിലേക്ക് എഴുതി അത് ബൈഹാർട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളല്ല ഞാൻ, അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് നമ്മൾ മറികടന്നേ പറ്റൂ. ഇവിടെ ഈ കാര്യങ്ങൾ മാത്രമേ ബോർഡ് എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. പിന്നെ ഈ ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
അതേപോലെ ജൽദാസ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുക. അപ്പൊ നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ ഏത് കോമ്പൗണ്ട് ഉണ്ടാവും? അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. ഏതാ കോമ്പൗണ്ട്? അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അമോണിയം സൾഫേറ്റ്. ഏതാണ് കോമ്പൗണ്ട്? അമോണിയം സൾഫേറ്റ്. ആ അമോണിയം സൾഫേറ്റിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ അമോണിയ ഗ്യാസ് ഫോം ചെയ്യും. അപ്പം നേരത്തെ ദ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ ഫോം ചെയ്തത് നൈട്രജൻ ഗ്യാസ് ആയിട്ടാണെങ്കിൽ ജൽദാസ് മെത്തേഡിൽ നൈട്രജൻ ഫോം ചെയ്യുന്നത് അമോണിയ ഗ്യാസ് ആയിട്ടാണ് എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇനി മക്കളെ എത്ര അമോണിയ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അതിലേക്ക് കാൽക്കുലേറ്റഡ് എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. അതിനെ സ്റ്റാൻഡേർഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ? എത്ര ഉണ്ട് എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള സൾഫ്യൂരിക് ആസിഡാണ് ഈ അമോണിയയിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ റിയാക്ട് ചെയ്ത് നേരത്തെ ഉണ്ടായ പോലെ അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കൃത്യമായി മെഷർ ചെയ്തെടുത്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് അല്ലേ, സ്റ്റാൻഡേർഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എത്ര കുറവ് വന്നിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര അമോണിയം സൾഫേറ്റ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര അമോണിയ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ അമോണിയ ഇവിടെ അളന്നു വച്ചിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്തിട്ടാണ് അമോണിയം സൾഫേറ്റ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് എത്ര അമോണിയ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര അമോണിയ ഫോം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ എഴുതി വെക്കണം. ഇക്വേഷൻ മക്കളെ പേപ്പർ നേരത്തെ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ്? അമോണിയ ഗ്യാസ് ആയിട്ടാണ് ഫോം ചെയ്തതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ജൽദാസും മക്കളെ, നമ്മൾ കാർബണും ഹൈഡ്രജനും എങ്ങനെയാ ചെയ്തത് എന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ദ്യൂമാസും ജൽദാസും എങ്ങനെയാ ചെയ്തത് എന്ന് പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ബാക്കിയുള്ളതൊന്നും എങ്ങനെയാ ചെയ്തതെന്ന് പഠിക്കേണ്ടതില്ല. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ മാത്രം പഠിക്കുക. നോക്ക്, അതിൽ ഹാലോജൻ കാരിയസ് മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യുക. പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് ഹാലോജൻ ഇസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഓഫ് ഹാലോജൻ ഇൻറ്റു M1 എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് AgX ഫോംഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് AgX ഇൻറ്റു മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. കാണാതെ പഠിക്കണം. അതേപോലെ സൾഫറിൻ്റെ പെർസെൻറ്റേജ്, സൾഫർ ഒന്നും ചോദിക്കാറില്ല, എന്നാലും ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫോസ്ഫറസും അങ്ങനെ ചോദിക്കാറില്ല, ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്സിജനും ചോദിക്കാറില്ല പൊതുവേ, ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാർബണും ഹൈഡ്രജനും ദ്യൂമാസും ജൽദാസും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കാരിയസ് മെത്തേഡിൻ്റെ ആ ഫൈനൽ ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ നിന്നാണ് പൊതുവെ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇക്വേഷൻ ഒന്ന് നോട്ടിൽ എഴുതിയെടുത്ത് അതൊന്ന് ബൈഹാർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പറ്റുമെങ്കിൽ അത് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ കാർബണും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ മറന്നു പോകരുത്. കാരിയസ് മെത്തേഡിൽ ഹാലോജൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ മറന്നു പോകരുത്. ദ്യൂമാസും ജൽദാസിലും എന്താ ചെയ്യുന്നത്, ഇക്വേഷൻ മറന്നു പോകരുത്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ എ കാരിയസ് മെത്തേഡ് എസ്റ്റിമേഷൻ ഓഫ് ഹാലോജൻ എന്താ? 0.15 gram ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ് 0.12 gram ഓഫ് AgBr. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ. എടാ, പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ എങ്ങനെയാണ് കാണാം? ആദ്യം തന്നെ അറ്റോമിക് മാസ് ഓഫ് ബ്രോമിൻ. അറ്റോമിക് മാസ് ഓഫ് ബ്രോമിൻ 80 ആണ്. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് AgBr. Ag 107 ആണ്, 80 ആണ്. അപ്പോൾ എന്താണ്? 187, നിയർലി 187. Ag 107ഉം ബ്രോമിൻ 80ഉം ആണ്. ഓക്കെ, പിന്നെന്താ? ഒറ്റയടിക്ക് എഴുതാം അല്ലെങ്കിൽ ഇൻറ്റു എഴുതാം. എന്താ? മാസ് ഓഫ് AgX ഫോംഡ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? യെസ്, മാസ് ഓഫ് AgX ഫോംഡ് 0.12 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എത്രയാ? 0.15 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് എഴുതിയത്? ഈ പെർസെൻറ്റേജ് ഓഫ് ഹാലോജൻ കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്തൊക്കെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ വേണം. അടുത്തത് നോക്ക്. കംപ്ലീറ്റ് കമ്പഷൻ ഓഫ്
കോമ്പൗണ്ട് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ, അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണുക? കാർബൺ 12 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? 0.198 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.246 ഇൻറ്റു 100 ചെയ്താൽ ആൻസർ കിട്ടും. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെയാണ് കാണുക? 2 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു മാസ് ഓഫ് വാട്ടർ എത്രയാണ് ഫോം ചെയ്തത്? 0.1014 ഡിവൈഡഡ് ബൈ കോമ്പൗണ്ട് എത്രയാണ്? 0.246 ഇൻറ്റു 100 ചെയ്താൽ അവിടെയും കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എന്താ അറിയേണ്ടത്? ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ അറിയെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ടൈപ്പ് ഓഫ് ലിക്വിഡ് ക്യാൻ ബി പ്യൂരിഫൈഡ് യൂസിങ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ? ഏതാ? ബോയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഡികമ്പോസ് ചെയ്യുന്ന കമ്പോണൻറ്റുകളെ പ്യൂരിഫൈ ചെയ്യാനാണ് ആ മെത്തേഡ് ഉപയോഗിക്കുക. ഗ്ലിസറോളിൻ്റെ പ്യൂരിഫിക്കേഷൻ ആ മെത്തേഡ് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. നെയിം ദ 2 മെയിൻ ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ അഡ്സോപ്ഷൻ. അഡ്സോപ്ഷൻ്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന 2 പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയും കോളം ക്രൊമാറ്റോഗ്രഫിയുമാണ്. ഇൻ ലെസൈൻ ടെസ്റ്റ് ഹാലജൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് സിൽവർ ഹാലൈഡ് ആയിട്ടാണ്, AgX ആയിട്ടാണ്. ഇൻ വാട്ട് ഫോം നൈട്രജൻ ഇസ് എസ്റ്റിമേറ്റഡ് ഇൻ ദ്യൂമാസ് മെത്തേഡ്? ദ്യൂമാസ് മെത്തേഡിൽ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസിൻ്റെ ഫോമിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂടാ, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ പാട്ടിൽ പഠിച്ചത്? പ്യൂരിഫിക്കേഷൻ പഠിച്ചു, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പഠിച്ചു, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പഠിച്ചു. ബോർഡ് എക്സാമിന് ആവശ്യമുള്ള എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതൊക്കെ നോട്ട് ചെയ്തെടുക്കണം. നോട്ടിൽ നിങ്ങൾ എഴുതിയെടുക്കണം, പഠിക്കണം. ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. സർ, ഇതൊക്കെ എങ്ങനെ കാണാതെ പഠിക്കുക? എടാ, കാണാതെ പഠിക്കാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഞാൻ വായിച്ചു നോക്കും. നിങ്ങൾ കമൻറ്റ് നോക്കുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ബൈ.